നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാവക്കാട് ഭീമൻ കടലാനയുടെ ജഡം കരക്കടിഞ്ഞു. കടലാനയുടെ ആഴ്ചകൾ പഴക്കമുള്ള അഴുകിയ ജഡമാണ് ചാവക്കാട് ദ്വാരക ബീച്ചിന് സമീപം കരക്കടിഞ്ഞത്. സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി. പരിഹാരം ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെയെന്ന് മന്ത്രി കെ രാജൻ. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ രണ്ടാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചാവക്കാട് ഭീമൻ കടലാനയുടെ ജഡം കരക്കടിഞ്ഞു. 15 അടിയോളം നീളം വരുന്ന കടലാനയുടെ ആഴ്ചകൾ പഴക്കമുള്ള അഴുകിയ ജഡമാണ് ചാവക്കാട് ദ്വാരക ബീച്ചിന് സമീപം കരക്കടിഞ്ഞത്. ആനത്തിമിംഗലം എന്നുകൂടി പേരുള്ള ഒരു സസ്തിനിയാണ് കടലാന. കഴിഞ്ഞ ദിവസമാണ് കരയിൽ നിന്നും 2 നോട്ടിക്കൽ മൈൽ അകലെ കടലാന പൊന്തിക്കിടക്കുന്നത് കണ്ടത്. അഴുകി വീർത്ത് രൂപമാറ്റം സംഭവിച്ച ജഡത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് ചാവക്കാട് ബീച്ചിൽ ഭീമൻ കടലാനയുടെ ജഡം അടിഞ്ഞിരുന്നു. ജഡത്തിന് 5 ടൺ ഭാരം കാണും. ആനത്തിമിംഗലം എന്നുകൂടി പേരുള്ള ഒരു സസ്തിനിയാണ് കടലാന. സീലുകളിൽ ഏറ്റവും വലിപ്പം കൂടിയതാണിത്. തുമ്പിക്കൈ പോലെ തോന്നിക്കുന്ന നീണ്ട മുഖവും ആനയെ പോലെ വലിപ്പവും ഉള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. മീഡിയ ടൈം, തൃശൂർ. കേരളത്തിലെ സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഒല്ലൂർ പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷനായപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും. പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു. 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 20-ന് ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടിരുന്നു തന്നെ തണ്ടപ്പേരുള്ള ഭൂമിക്ക് അതത് മാസം നികുതി അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് എന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടനെല്ലൂരിൽ നിർദ്ദിഷ്ട ഒല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, വാർഡ് കൗൺസിലർ നീതു ദിലീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ രണ്ടാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് എന്നിവർ തുഴ കൈമാറ്റം നടത്തി. റോബൻ റോച്ച പടിയൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ OA ജെൻറിൻ, ജോയ്സി ആന്റണി, പൈതൃകം ക്ലബ് കൺവീനർ അനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് ഫിറോസ് മുടവൻ, മതിലകം ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. 10 ഇരുട്ടുകുത്തി വള്ളങ്ങളാണ് കനോലി കനാലിൽ നടന്ന ജലോത്സവത്തിൽ പങ്കെടുത്തത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൂതഞ്ചേരിക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് വീടുകളിൽ ഇഷ്ടംപോലെ കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുളങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളായിരുന്നു. കുളങ്ങളൊക്കെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് കുളം എന്നൊക്കെ പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഈ കുളത്തെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. കുളത്തിൻ്റെ പഴയ ഒരു ശാലീനത, അതിൻ്റെ ഒരു ഗ്രാമീണത, അതിൻ്റെ ഒരു പ്രയോജനം, അതിൻ്റെ ഒരു ഉപയോഗമൊക്കെ പുതിയ തലമുറ എത്ര മനസ്സിലാക്കി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കുളിച്ചത് കളിച്ചതൊക്കെ കുളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാവർക്കും നീന്തലൊക്കെ അറിയാമല്ലോ. ഇന്നത്തെ പുതിയ ജനറേഷനൊക്കെ അത് മാറിപ്പോയി. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കുളം നമ്മളെ കണ്ടു മനോഹരമാണ്. ചുറ്റൊക്കെ കെട്ടിയിട്ട്
മനോഹരമാണ്. പക്ഷെ കുളത്തിന് ഒരു പ്രത്യേകതയുള്ളത്, കുളം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി പോകും. വെള്ളത്തിലിടയ്ക്ക് കുളിക്കണം, അത് ഉപയോഗിക്കണം. നമുക്കറിയാം, ഈ വെള്ളത്തിന് ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ വെള്ളത്തിൽ എപ്പോഴും അതിനൊരു ചലനവും ഒക്കെ ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, രാജേഷ് മോഹൻ, സാബു കൈതാരൻ, TC ഗീത, പഞ്ചായത്ത് സെക്രട്ടറി CD തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ചരമവാർഷികം ഇന്ന്. ഗുരുവിന്റെ 97ാം സമാധി ദിനം ശ്രീനാരായണീയർ ആചരിച്ചു. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജത്തിന്റെയും മറ്റ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുദേവന്റെ സമാധി ദിനാചരണം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, ഉപവാസം, പ്രഭാഷണം, അന്നദാനം എന്നിവ നടന്നു. ചെമ്മാലിൽ ബിജു നാരായണൻ പ്രഭാഷണം നടത്തി. സതീശൻ ചേന്തോമാക്കൽ, KV വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 25-ന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ വിജയത്തിനായി കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി AS കുട്ടി നയിക്കുന്ന വാഹനജാഥയ്ക്ക് SN പുരം സെന്ററിൽ സ്വീകരണം നൽകി. ഡൽഹി മാർച്ചിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ നിന്നും പങ്കെടുക്കുന്ന KV മുരളീധരന് സ്വീകരണ കേന്ദ്രത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ഏരിയ പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ജില്ലാ ട്രഷറർ KV രാമകൃഷ്ണൻ, MM അവറാച്ചൻ, PI സജിത, KV സജു, സെബി ജോസഫ്, ഏരിയ സെക്രട്ടറി MS മോഹനൻ, K രഘുനാഥ്, AS അജിതൻ, MK സിദ്ദിഖ്, ബിന്ദു മോഹൻലാൽ, സിദ്ദിഖ്, EG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് ഭീമൻ കടലാനയുടെ ജഡം കരക്കടിഞ്ഞു. കടലാനയുടെ ആഴ്ചകൾ പഴക്കമുള്ള അഴുകിയ ജഡമാണ് ചാവക്കാട് ദ്വാരക ബീച്ചിന് സമീപം കരക്കടിഞ്ഞത്. സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും അപേക്ഷകൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി. പരിഹാരം ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെയെന്ന് മന്ത്രി K രാജൻ. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മ 2ാമത് ഇരുട്ടുകുത്തി ജലോത്സവം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.